നമഃ. ഓം വാണീ ബുദ്ധിവിമൃഗ്യായൈ നമഃ. ഓം നാമരൂപാദിശൂന്യായൈ നമഃ. ഓം ശൂന്യകൽപ്പവിഭൂതൈ നമഃ. ഓം ഷഡൈശ്വര്യസമുദ്രായൈ നമഃ. ഓം ദൂരീകൃതഷഡൂർമൈ നമഃ. ഓം നിത്യപ്രബുദ്ധ സംശുദ്ധ നിർമുക്താത്മപ്രഭാമജേ നമഃ. ഓം കാരുണ്യാകുലചിത്തായൈ നമഃ. ഓം തത്വയോഗ സുഷുപ്തൈ നമഃ. ഓം കേരളക്ഷ്മാവതീർണായൈ നമഃ. ഓം മാനുഷശ്രീവബുദ്ധേ നമഃ. ഓം ധർമ്മിഷ്ഠസുഗുണാനന്ദദമയന്തി സ്വയംഭവേ നമഃ. ഓം മാതാപിതൃജരാജീർണപുണ്യപൂരഫലാത്മനൈ നമഃ. ഓം നിശബ്ദജനനീ ഗർഭനിർഗമാദ്ഭുതകർമ്മണേ നമഃ. ഓം അന്യമത്രപ്രബുദ്ധാന്നപൂരിതസ്വീയഗുക്ഷയേ നമഃ. സർവഭൂതാത്മസ്വാത്മസത്താനുഭൂതയേ നമഃ. ഓം അശിക്ഷിത സ്വയം സ്വാന്തസ്ഫുരത്കൃഷ്ണവിഭൂതയേ നമഃ. ഓം അച്ഛിന്ന മധുരോദാര കൃഷ്ണലീലാനുസന്ധയേ നമഃ. ഓം മന്ദാത്മജമുഖാലോകനിത്യോത്കണ്ഠിതചേതസേ നമഃ. ഓം ഗോവിന്ദ വിപ്രയോഗാദിതാവദ്ധ്വാന്തരാത്മനേ നമഃ. ഓം യോഗശോകസമ്മുച്ഛാമുഹുപതിതവശ്മണേ നമഃ. ആ കുംഭമേളയിൽ എല്ലാ തരത്തിലുള്ള ഉപാസകരും ഇവിടെ അഘോരി ഉപാസകർ വന്ന് ഉപാസന നടത്തി. ഇവിടെ നമ്മുടെ ആശ്രമത്തിൽ നിന്നുള്ള ഉപാസനകളുണ്ട്. ഇവിടെയുള്ള പ്രാദേശികമായിട്ടുള്ള ഉപാസകന്മാർ ഇവിടെ വന്ന് മനോജംഭ്രാന്തിരി അപ്പുറത്ത് സ്കന്ധപൂജ ചെയ്യുന്നു. ഇവിടെ വിനായകാമൃതസ്വാമി ആശ്രമത്തിൽ നിന്ന് ഇവിടെ നവഗ്രഹ ശാന്തി ചെയ്യുന്നു. അപ്പൊ നമ്മൾ ഓരോരുത്തരും ഓരോ ഉപാസകരും വന്ന് ഉപാസന ചെയ്യാണ്. നമ്മൾ വന്ന് ഒരു സ്നാനം ചെയ്തു. അനേകം മഹാത്മാക്കള് ഈ തീർത്ഥത്തില് സ്നാനം ചെയ്തിട്ടുണ്ട്. ജലം തീർത്ഥമാകുന്നത് മന്ത്രമുക്തമായിട്ടുള്ള ഉപാസകര് അതിൽ മുങ്ങിക്കഴിയുമ്പോഴാണ് ശരിയായിട്ട് അവിടെ തീർത്ഥീകരിക്കപ്പെടുന്നത്. നമ്മുടെ ശരീരവും ഈ പഞ്ചഭൂതാത്മാവായി ഭൂമി കൊണ്ടും അതേപോലെ ജലം കൊണ്ടും വായു കൊണ്ടും അഗ്നി കൊണ്ടും ആകാശം കൊണ്ടുമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അവയും നമ്മളും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല എന്ന് വരുമ്പോൾ ഒരു ശരിക്കും പറഞ്ഞാൽ പ്രണയത്തിന്റെ ഒരു പൂർണ്ണതയാണ് പ്രകൃതിയോടുള്ള ആ ഉപാസനാഭാവം വരുന്നത്. എന്തുകൊണ്ട് അറിവിന്റെ സ്വരൂപങ്ങളായിട്ടുള്ള നമ്മുടെ ഗുരുക്കന്മാർ ഋഷിമാർ ശരിക്കും പ്രകൃതിയെ പ്രണയിച്ചു. കാരണം ഒരു വ്യക്തിയും തമ്മിലുള്ള പ്രണയമല്ല അവിടെ. ഭഗവാൻ എന്തുകൊണ്ട് ഗോവർദ്ധനത്തിനെ പൂജിച്ചു അല്ലെ? ഇന്ദ്രനോട് പോയി പണി നോക്കാൻ പറഞ്ഞിട്ട് ഗോവർദ്ധനത്തിനെ പൂജിച്ചു. കാരണം അതുകൊണ്ട് ഈ ഗോകുലത്തിനെ രക്ഷിക്കാൻ ഭഗവാൻ അറിയും. ഒരു ചെറുവിരൽ മതി. അതാണ് ഈശ്വര വൈഭവം.